ഹലോ ഗായ്സ്, കുറേ നാൾക്ക് ശേഷം നമ്മളുടെ ഒരു അനിയച്ചാരൻ മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഫ്ലവർ വാങ്ങാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാനൊരു റെഡ് ഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ഹോൾസെയിൽ ഫ്ലവർ ഷോപ്പാണ്. കുറേ വെറൈറ്റി റോസസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് റെഡാണ് എനിക്കിഷ്ടം, സോ അതുകൊണ്ട് ഞാൻ റെഡാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇമ്മൂസില്ല, ഞാനും വിഷ്ണുവും കൂടി ബൈക്കിനാണ് കേട്ടോ പോകുന്നത്. നല്ലൊരു മഴയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കയറിയൊക്കെ നിന്നതിന് ശേഷമാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയത്. പിന്നെ നമ്മൾ കോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും നമ്മൾ എന്താ പറയുക, കോട്ട് ഒത്തിരി ഇടേണ്ടി വന്നില്ല. എത്താറായപ്പോൾ തന്നെയാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ആ ഒരു ഹെഡ് പോയിൻ്റ് അവിടെയാണ് കേട്ടോ ഇരുന്ന് വെച്ചാൽ. പക്ഷേ ഇവിടെ അല്ല കേട്ടോ അവർ വരുന്നത്. അപ്പോൾ എന്തോ ടീം 3 അങ്ങനെ എന്തോ പറയുന്ന സ്ഥലത്താണ് കേട്ടോ അവർ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും അപ്പു എന്നാണ് കേട്ടോ നമ്മൾ വിളിക്കുന്നവനെ. അപ്പോൾ അവൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് വരേണ്ടതെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും വിഷ്ണുവും ഓവർ എക്സൈറ്റ്മെൻറ്റഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം കാണുന്ന ഒരാൾ, പിന്നെ അതുമല്ലാതെ തന്നെ ഡെയിലി ഒരു 3 വട്ടമെങ്കിലും നമ്മളെ വിളിക്കുന്ന ഒരാളാണ് കേട്ടോ. ഒന്നെങ്കിൽ എന്നെ അല്ലെങ്കിൽ വിഷ്ണുവിനെ മുടങ്ങാതെ അവൻ വിളിക്കും കേട്ടോ. എന്ത് ഇതുണ്ടെങ്കിലും അവൻ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും. ഇതവൻ്റെ കസിൻസൊക്കെയാണ് കേട്ടോ. അവർ ട്രാവലറിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഓവറായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും സങ്കടവും സന്തോഷവും ഒക്കെ ഉള്ളത് അമ്മയ്ക്കാണ് കേട്ടോ. അതങ്ങനെയാണല്ലോ. ഓവറായിട്ടുള്ളൊരു എന്താ പറയുക, ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ നടൻ, എന്താ പറയുക, അപ്പു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഒരു അരുവിക്കിൽ പോകുന്ന ഒരു വീഡിയോസിൽ ഇവനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു അമ്പലം അവന് നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ആളിച്ചിരി ട്രിപ്പിംഗ് ബോയ് ആണ്, എല്ലായിടത്തൊക്കെ പോകുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. നാട്ടിൽ വന്നപ്പോഴേക്കും അവിടെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ എല്ലാവരെയൊക്കെ കണ്ടൊരു സന്തോഷം. പിന്നെ ചേട്ടന്മാരും കസിൻസും ചിറ്റപ്പന്മാരും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു എല്ലാവരുടെയും ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അമ്മ കരയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു നിമിഷമായിരുന്നു കേട്ടോ അത്. സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും അത് കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ ആശം കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരെയും കണ്ടൊരു എക്സൈറ്റ്മെൻറ്റിൽ പിന്നെ വിഷ്ണു ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് അങ്ങനെ എൻ്റെ റോസയുടെ പരുവം കണ്ടു ഗൈസ്. ഒടിഞ്ഞൊടിഞ്ഞ് ഇല്ലാണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട വേറൊരാളെ കൂടി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെയും കൂടി കണ്ട് അങ്ങനെ അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളുടെ ഫേസ് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, ഒഫീഷ്യലായി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, അവൻ പാക്ക് ചെയ്ത് അങ്ങനെ കയറാണ് കേട്ടോ. അവർ ട്രാവലറിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയൊരു പെട്ടിയാണ് കേട്ടോ. മലേഷ്യയിൽ നിന്ന് പോരുമ്പോഴേക്കും ലഗേജൊക്കെ കൊണ്ടുവരാൻ വേണ്ടി. എങ്ങനെയുണ്ട് ഗൈസ്? അങ്ങനെ അവരായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് വിടാണ് കേട്ടോ. ഓക്കെ, ടാറ്റ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ഗൈസ്.